ഒന്നും വേർപാടല്ല. ഒരാൾ സ്നേഹബന്ധത്തിൽ നിന്ന് വേർപെട്ടു പോയാലും മറ്റേയാൾ ബാക്കിയുണ്ടാകും. വേർപെട്ടു പോയ ആളുടെ ഓർമ്മയിൽ അവരുടെ സ്നേഹം നിലനിൽക്കും എന്ന് പറഞ്ഞത് പെരുമ്പടകം ശ്രീധരനാണ്. അനുഭവിക്കുന്ന ആളോടൊപ്പം തന്നെ അനുഭവിക്കുന്ന ആളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും ഒരേ തരത്തിലുള്ള ഹൃദയവേദന സമ്മാനിക്കുന്ന സ്ഥിതിയാണ് പ്രവാസം. ചേർന്നു നിൽക്കുന്ന മനസ്സുകൾ ഉണ്ടായിട്ടും വിധിവശാൽ ശരീരം രണ്ടിടങ്ങളിലായി പോയവർ, ഉള്ളിലെ സ്നേഹത്തോണി കൊണ്ട് എന്നും ഒരു കടൽ ദൂരം കടക്കുന്നവർ. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൈനുവിനെയും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെയും ഇക്കരെ നിർത്തി കടലു കടക്കുമ്പോൾ നജീബിന് അറിയില്ലായിരുന്നു കര കാണാ ദുരിതക്കയത്തിലേക്കാണ് താൻ എടുത്തെറിയപ്പെടുന്നതെന്ന്. വായനക്കാരന്റെ ഓരോ നിമിഷത്തെയും ഉദ്വേഗപൂർണമാക്കുന്ന, കണ്ണുകളെ സജലങ്ങളാക്കുന്ന, ഹൃദയത്തിൽ ചോര ഇറ്റിപ്പിക്കുന്ന അനുഭവങ്ങളുടെ സംഘാതമാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ നൽകുന്നത്. നമ്മൾ അനുഭവിക്കാത്തതൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണെന്ന വാക്കിനെ ആടുജീവിതം നജീബിന്റെ മസറ അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നിൽ സ്ഥാപിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ സഹിക്കാൻ കഴിയുമോ എന്ന സംശയം വായനക്കൊടുവിൽ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ബാക്കിയാകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് നജീബിനെ പ്രതീക്ഷയുടെ റോഡരികു വരെ എത്തിച്ചു കൊടുത്ത് മരുഭൂമിയിൽ എവിടെയോ മറഞ്ഞുപോയ ഇബ്രാഹിം ഖാദരിയെ കുറിച്ചാണ്. ശരിക്കും ആ മാലാഖ ഇപ്പോ എവിടെയായിരിക്കും?